കർഷക സമരം അതിൻ്റെ 2ാം സീസൺ പിന്നോട്ടില്ലാതെ പുരോഗമിക്കുകയാണ്. കർഷകർ 6 മാസത്തേക്കെങ്കിലും ഞങ്ങൾക്ക് സമരം ചെയ്യാനുള്ള ശേഷിയുണ്ടെന്ന് പ്രഖ്യാപിച്ചു വരുന്നു. ഇന്നലത്തെ ചർച്ച പരാജയമാണ്. അടുത്ത ഒരു ഘട്ട ചർച്ചയിലേക്ക് കൂടി പോകുന്നു. വലിയ ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കർഷകരോട് പരിധി കവിഞ്ഞ ഒരു മൃദു സമീപനത്തിൻ്റെ സാഹചര്യം ഉണ്ടോ എന്ന് അറിയില്ല. കാരണം അവർ ഡൽഹിയിലേക്ക് വരുന്നത് തടയാൻ വേണ്ടി ഒരു കോൺക്രീറ്റ് ബാരിക്കേഡുകളൊക്കെ വെച്ച് സർക്കാർ തടയുകയാണ്. അതിൽ എൻഗേജ് ചെയ്യുന്നില്ല സർക്കാർ, സീരിയസ് ആയിട്ടില്ലെന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ മന്ത്രിമാരുടെ തലത്തിൽ ചർച്ചയൊക്കെ നടക്കുന്നുമുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിലെങ്കിലും കർഷകരുടെ വലിയ പ്രക്ഷോഭത്തെ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമാകുമോ അതോ പഴയ പരിഗണന ഇല്ലേ? ദൗസേൻ എന്താണ് തോന്നുന്നത്? ഈ ആദ്യഘട്ട സമരം വലിയ തോതിൽ ഇന്ത്യയിൽ ചർച്ചയാവുകയും ലോകമാകാനും ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. ആ നിലയ്ക്കുള്ളൊരു പ്രാധാന്യം ഇത്തവണ സൃഷ്ടിച്ചെടുക്കുന്നതിൽ കർഷക സമരത്തിന് എന്തുമാത്രം കഴിഞ്ഞിട്ടുണ്ട്, സർക്കാർ അതിനെ എന്തുമാത്രം ഗൗരവത്തിലെടുക്കുന്നുണ്ടെന്നാണ് ഇപ്പോഴത്തെ ഒരു സിനാരിയോ കാണുമ്പോൾ തോന്നുന്നത്. സർക്കാർ അതിനെ ഗൗരവത്തിൽ തന്നെ എടുക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം വിഷ്ണു ഈ അതിർത്തി എന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിഷാദായിരുന്നല്ലോ, ആങ്കർ സീറ്റുണ്ടായിരുന്നു, അന്ന് കണ്ടില്ലേ അവിടെയുള്ള ദൃശ്യങ്ങൾ. റോഡ് ഹൈവേ ആണ്. ഈ ഹിമാചൽ പ്രദേശിലേക്കും കശ്മീരിലേക്കൊക്കെ പോകുന്ന ടൂറിസ്റ്റുകൾ ദിവസവും പോകുന്ന ഹൈവേ ആണ്. ആ ഹൈവേ ആണ് ഇങ്ങനെ വലിയ ബാരിക്കേഡ് ഇട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഹൈവേയിലൂടെ സാധാരണഗതിയിൽ യാത്ര ചെയ്യേണ്ട യാത്രക്കാർ അവർ കുഞ്ഞുങ്ങളെടുത്തും ലഗേജ് എടുത്തൊക്കെ ഈ ബാരിക്കേഡുകൾ മറികടന്ന് അപ്പുറത്ത് ഒരിടത്തിറങ്ങി മറ്റിടത്തേക്ക് നടന്നുമ്പോൾ ഇവിടുന്ന് വേറെ വാഹനം കയറുന്നു. എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ഒരു പ്രക്ഷോഭ സംഘത്തെ പിരിച്ചു ഡിസ്പേഴ്സ് ചെയ്യാൻ വേണ്ടി ഡ്രോണിൽ നിന്ന് മരുന്നടിക്കുന്ന എന്താണ് ഇതിന് പറയുക, കണ്ണീർ വാതകം പ്രയോഗിക്കുന്ന പരിപാടി ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ നമ്മളിതുവരെ കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സർക്കാർ ഇതിനെ ഭയക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ സമരത്തിൻ്റെ ഡിമാൻഡ്സ് എന്തൊക്കെയാണ്, കാര്യങ്ങളൊക്കെ നമ്മൾ ഔട്ട് ഓഫ് ഹൗസ് കുറച്ച് ദിവസം മുമ്പ് ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇത് ഞാൻ പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും ചർച്ച ചെയ്യേണ്ട ഒരു സംഗതിയാണെന്ന്. കാരണം ഈ സമരം ഇങ്ങനൊരു സമരം മാത്രമല്ല, ഇത്രയും ഭീകരമായ രീതിയിൽ സ്റ്റേറ്റ് അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്നൊരു സമരം അപൂർവമായുള്ള സംഗതിയാണ്. പക്ഷേ ഇതിനോട് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് നാഷണൽ മീഡിയ എന്ത് സമീപനം സ്വീകരിക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പുതിയൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും എല്ലാ ദിവസവും കർഷക സമരത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പിന്നീടാണ് പലതും മനസ്സിലാവുന്നത്. ഇപ്പം ഇന്ത്യയിൽ നടന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തെരുവ് പ്രക്ഷോഭം എന്നുള്ള നിലയിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ് VP സിംഗ് സർക്കാരിൻ്റെ കാലത്തുള്ള മണ്ഡൽ വിരുദ്ധ പ്രക്ഷോഭം. അന്ന് നമ്മുടെയൊക്കെ ഒരു സ്കൂൾ വിദ്യാർത്ഥിയാണ്, വായന അനുഭവത്തിൽ അതുണ്ട്. ഈ രാജീവ് ഗോസ്വാമിയുടെ ആത്മഹത്യാശ്രമം എല്ലാ ദിവസവും ഹെഡ്ലൈനായിട്ട് പത്രത്തിലുണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് നമുക്കത് മനസ്സിലാവുന്നത്, മണ്ഡൽ വിരുദ്ധ പ്രക്ഷോഭത്തേക്കാൾ എത്രയോ ഇരട്ടി ആളുകൾ പങ്കെടുത്ത മണ്ഡൽ അനുകൂല സമരങ്ങൾ, പ്രകടനങ്ങൾ ഇതേ ഡൽഹിയിൽ തന്നെ നടന്നിട്ടുണ്ട്. അതേസമയം പക്ഷേ എവിടെ അത് വാർത്തയായിട്ടില്ല. അത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഹെഡ്ലൈൻ ആവുകയോ രാഷ്ട്രീയ ചർച്ചയോ ആവുന്നില്ല. എന്താണ് ചർച്ച ചെയ്യപ്പെടുന്നത്? ഈ യൂത്ത് ഫോർ എക്വാലിറ്റി എന്ന് പറഞ്ഞ പേരിൽ അന്ന് ഈ കെജ്രിവാളിൻ്റെയൊക്കെ നേതൃത്വത്തിൽ സവർണ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ നടത്തിയ സമരം, അതിൽപ്പെട്ട ഈ രാജീവ് ഗോസ്വാമിയുടെ ആത്മഹത്യയെക്കുറിച്ച് തന്നെ പിന്നീട് വ്യത്യസ്തമായ വേർഷൻ വരുന്നുണ്ട്. അങ്ങേര് സ്വയം ആത്മാഹുതി ചെയ്തതാണോ അല്ല അങ്ങേരുടെ മേൽ മറ്റൊരാൾ തീ കൊളുത്തിയതാണോ എന്നുള്ള അതിനെക്കുറിച്ചുള്ള വ്യത്യസ്തമായ ഇത് വരുന്നുണ്ട്. പക്ഷെ അന്ന് നോക്കണമെന്ന് വെച്ചാൽ അന്ന് ഈ സമരം മാത്രമാണ് മാധ്യമങ്ങളിലുള്ളത്, മണ്ഡൽ വിരുദ്ധ സമരം മാത്രമാണ്. പക്ഷേ മണ്ഡൽ വിരുദ്ധ സമരത്തേക്കാൾ എത്രയോ ഇരട്ടി ആളുകൾ പങ്കെടുത്ത മണ്ഡൽ അനുകൂല സമരങ്ങൾ നടന്നിരുന്നു. പക്ഷേ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇപ്പോൾ 1.5-2 വർഷം മുമ്പല്ലേ മഹാരാഷ്ട്രയിൽ അസാധാരണമായ വിധത്തിലുള്ള കർഷക പ്രക്ഷോഭം നടക്കുന്നു. അതിനോട് മാധ്യമങ്ങൾ എന്ത് സമീപനം സ്വീകരിച്ചു? അപ്പോൾ ഇത് നമ്മുടെ തെരുവുകളിൽ ഇപ്പോൾ കുറച്ച് മുമ്പ് ഡൽഹിയിൽ EVM-നെതിരെ നടന്നിട്ടുള്ള വലിയ തരത്തിലുള്ള സമരങ്ങളുണ്ട്. ഇതൊന്നും ഹെഡ്ലൈൻ ആവുന്നില്ലല്ലോ. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കർഷക പ്രക്ഷോഭം അല്പമെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെന്ന് ഞാൻ പറയാം. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഇവർ അക്ഷരാർത്ഥത്തിൽ ഡൽഹിയെ വളയുകയാണ്. ഡൽഹിയുടെ ആ നാഗരിക ജീവിതത്തെ തന്നെ സ്തംഭിപ്പിക്കുന്ന തരത്തിൽ വികസിക്കാനുള്ള ഒരു ശേഷി ആ സമരത്തിനുണ്ട്. സമരം തുടങ്ങുന്നതിൻ്റെ 1ാമത്തെ ദിവസം തന്നെ ഡൽഹി എയർപോർട്ട് അതോറിറ്റി കമ്മ്യൂണിക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. യാത്രക്കാരോട് അവർക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് എന്താണ്, സർവീസിൽ പ്രയാസങ്ങൾ നേരിട്ടേക്കാം, ടൈം ടേബിൾ മാറ്റേണ്ടി വന്നേക്കാം, ക്രൂവിൻ്റെയും മറ്റ് ടെക്നിക്കൽ സ്റ്റാഫിൻ്റെയും യാത്രയെ ബാധിച്ചേക്കാം. അതുകൊണ്ട് നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കണം, എപ്പോഴും ശ്രദ്ധിക്കണം, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഇൻഫോർമേഷൻ ശ്രദ്ധിക്കണം, അതിനനുസരിച്ച് നിങ്ങളെ യാത്ര പ്ലാൻ ചെയ്യണമെന്ന് ഡൽഹി എയർപോർട്ട് അതോറിറ്റി ഇതിൻ്റെ 1ാം ദിവസം സർക്കുലർ ഇറക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടുത്തെ എലീറ്റ് ലൈഫിനെ ബാധിക്കും. ഡൽഹിയിലെ എലീറ്റ് അവരുടെ നാഗരിക ജീവിതത്തെ തന്നെ ബാധിക്കുന്ന തരത്തിൽ
പ്രഹരശേഷിയുള്ളൊരു സമരമാണിത്. അങ്ങനെ പ്രഹരശേഷിയുള്ള സമരം കൊണ്ടേ കാര്യമുള്ളൂ. ആ കുട്ടികൾ പാർലമെൻറ്റിൽ ചാടിക്കയറിയ കുട്ടികൾ പറഞ്ഞില്ലേ, നിങ്ങൾ സാധാരണ മട്ടിലൊരു ജനാധിപത്യ സമരം നടത്തിയിട്ട് യു കനോട്ട് റേസ് എ പോയിൻറ്റ്, നിങ്ങളുടെ ഒരു ഡിമാൻഡ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ലെന്നേ. അപ്പോൾ അങ്ങനെ ഒരു ഡിമാൻഡ് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ നില വിട്ടിട്ടുള്ള സമരങ്ങളിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷനാണ്. അത് നന്നായിട്ട് അറിയാവുന്നവരാണ് ഈ കർഷകർ. ആ ഒരു ട്രാക്ടറുമായിട്ടാണ് ഇവർ, ചുമ്മാ വണ്ടി കയറി പോരുകയല്ല. ദിവസങ്ങളോളം നിലനിൽക്കാൻ ആവശ്യമായുള്ള ഭക്ഷ്യവസ്തുക്കൾ അവരെ സംബന്ധിച്ച് ദാലും ചപ്പാത്തിയും അത് മതി. ഭക്ഷ്യവസ്തുക്കളും കിടക്കാനുള്ള കമ്പിളിയും ട്രാക്ടറും, ആ ട്രാക്ടറിൽ അടിക്കാനുള്ള എണ്ണയും ഫുൾ ടാങ്ക് അടിക്കുന്നു, കന്നാസിൽ നിറക്കുന്നു. ഹരിയാനയിൽ പോലീസ് പെട്രോൾ ബങ്ക് ഉടമകൾക്ക് ആഴ്ചകൾക്ക് മുമ്പ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, കന്നാസിൽ ഒരൊറ്റൊരുത്തിന് എണ്ണ കൊടുത്തേക്കരുത്. ട്രാക്ടറിൽ അടിക്കാവുന്ന എണ്ണയ്ക്ക് തന്നെ പരിധി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയധികം ഭരണകൂട മിഷനറി കേന്ദ്ര സർക്കാരും ചുറ്റുവട്ടത്തുള്ള എല്ലാ സംസ്ഥാന സർക്കാരുകളും, പഞ്ചാബ് ഒഴികെയുള്ള സംസ്ഥാന സർക്കാരുകളും ഇതിനെ തകർക്കാൻ വേണ്ടിയിട്ട് എല്ലാ മെഷീനറി ഉപയോഗിച്ച് ശ്രമം നടത്തുന്നു. പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഈ കർഷകർ ഡൽഹിയിലേക്കുള്ള പാതകളെല്ലാം ഉപരോധിക്കുവാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് അത് നിസ്സാര കാര്യമല്ല. അപ്പോൾ ആ സമരത്തെക്കുറിച്ച് നമ്മൾ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. ഓക്കെ, രാജ്യം സാർ, ഞാൻ ചോദിക്കുന്നത് ഇതിനെ നഗരത്തിനകത്ത്, ഡൽഹിക്കകത്ത് കടക്കാതിരിക്കാൻ സർക്കാർ ഇപ്പോൾ ഈ സീസണിൽ വലിയ ഒരു ശ്രദ്ധ കാണിക്കുന്നുണ്ട്. ഡൽഹിക്കകത്ത് കടന്നാലാണോ അവർക്ക് പരമാവധി ഒരു വിസിബിലിറ്റി ഉണ്ടാക്കാൻ കഴിയുക, സമരരൂപമാകാൻ കഴിയുക, സർക്കാരിന് വലിയ സമ്മർദ്ദം ഉണ്ടാക്കാൻ കഴിയുക, അതോ അതിന് പുറത്ത് അവർക്ക് സാധ്യമാണ്? അല്ല, ഇതിന് മുമ്പ് നടന്ന സമരത്തിൽ പുറത്തായിരുന്നല്ലോ അവർ നിന്ന് കുറേ നാൾ റോഡരികിൽ തന്നെ തമ്പടിക്കുകയാണ് ചെയ്തത്. അപ്പോഴാണത് ലോകശ്രദ്ധ നേടിയത്. പിന്നീട് ആ സമരം ഒരു ജനുവരി 26 അല്ലേ, ഒരു റിപ്പബ്ലിക് ദിനത്തിനോ മറ്റോ ഡൽഹിയിലേക്ക് പ്രവേശിക്കുകയും പിന്നെ അത് വലിയ അലമ്പാവുകയും ചെയ്തതാണ്. പക്ഷേ ഈ സമരം വിജയിക്കും. അതിൻ്റെ ഒരു കാരണം നമുക്കറിയാം. പല കാരണങ്ങളും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സമരക്കാരാണ്. നമ്മൾ മഹാരാഷ്ട്രയിൽ ലോങ് മാർച്ചിൽ കണ്ട നിർധനരായ ചെരുപ്പിടാത്ത കർഷക തൊഴിലാളികളല്ല ഇവർ സമ്പന്നരായ കർഷകരുമുണ്ട്. ഇതിൽ ധാരാളം ഭൂമി കൈവശമുള്ളവർ, വലിയ തോതിൽ കാർഷികോൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവർ, ഇവർ തന്നെ പ്രചരിപ്പിക്കുന്ന, അതായത് IT സെൽ പ്രചരിപ്പിക്കുന്നത് തന്നെ എന്താണ്, ബെൻസ് കാറിൻ്റെ മുകളിൽ നിന്ന് ഫോൺ നോക്കുന്ന കർഷകർ. അത് ബെൻസ് കാറാണോ അല്ലേ എന്ന ഫാക്ട് ചെക്ക് എടുത്താണ് സുബേർ പിന്നെ ചെയ്യുന്നത്. ബെൻസ് കാറല്ല, ഫോഴ്സിൻ്റെ കാർ ആൾട്രേറ്റ് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ബെൻസാണ്. പക്ഷേ അങ്ങനെ ഉൽപ്പന്ന നീക്കത്തെ ഇവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്നവരാണ്. തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ ബെൻസ് കാർ ആണെങ്കിൽ തന്നെ എന്താണ്, ബെൻസ് കാറുള്ള കർഷകൻ തന്നെയാണെങ്കിൽ എന്താണ്, അങ്ങനെ ആരും ചോദിക്കില്ല. അത് ബെൻസ് അല്ല എന്ന് ഫാക്ട് ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. പൈസ ഉള്ളവർ തന്നെയാണ് സമരം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ 6 മാസത്തേക്കുള്ള സമരം ചെയ്യാനുള്ള ഫുഡും എല്ലാം ആയിട്ട് ഡീസലൊക്കെ ആയിട്ടാണ് അവിടെ ഒന്ന് തമ്പടിച്ചിട്ടുള്ളത്. അതൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഈ ഇലക്ഷൻ സമയത്ത് അങ്ങനെ ഒരു സമരം നടന്നു കഴിഞ്ഞാൽ അതൊരു BJP സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഏത് വിധേന ഡൽഹിയിലേക്ക് കടത്താതിരിക്കുക എന്നുള്ളതാണ് അവർ നോക്കുന്നത്. ചർച്ച ചെയ്യാം എന്നൊക്കെ പറയുമ്പോഴും ചർച്ച അങ്ങനെ കാര്യക്ഷമമായിട്ടൊന്നും അല്ല പോകുന്നത്. ഞങ്ങളെ ചർച്ചയ്ക്കാരും വിളിച്ചിട്ടില്ല എന്നാണ് സമരക്കാർ പറയുന്നത്. ഇവിടുത്തെ പ്രശ്നം ഈ ആർക്കെതിരെയാണ് ഈ സമരം എന്നുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ നോക്കൂ, ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയിലുണ്ടായിട്ട് പ്രധാന സമരങ്ങൾ ഇന്നലെ നമ്മൾ പറഞ്ഞു. ഈ പ്രധാന സമരങ്ങളൊക്കെ നോക്കുക. ഒന്ന്, യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ചുള്ള വിദ്യാർത്ഥികളുടെ സമരങ്ങൾ, അത് ദളിത് പീഡനത്തിനെതിരെ നടന്ന രോഹിത് വെമുലയുടെ ആത്മഹത്യയ്ക്ക് ശേഷം നടന്ന സമരങ്ങൾ, പിന്നെ പൗരത്വ പ്രക്ഷോഭം, 3 കാർഷിക സമരം. ഈ സമരങ്ങൾക്ക് ഈ ഭരണകൂടത്തെ അലോസരപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം പൗരത്വ സമരം നോക്കുക. പൗരത്വ നിഷേധത്തിനെതിരെ ഡൽഹിയിൽ സമരം ചെയ്തവരെന്താണ് ചെയ്തത്? അവർക്കെതിരെ കലാപം അഴിച്ചുവിട്ട് അവരെ കൊന്നിട്ട് അവരാണ് കലാപം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് UAP ചർച്ചയകത്തിടുകയാണ് ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ലോകത്തെ ഏറ്റവും സ്വേച്ഛാധിപതികളായ, ലോകത്തെ ഏറ്റവും ക്രൂരരായ ഏകാധിപതികൾ പോലും ചെയ്യാത്ത കാര്യമാണ്. നമുക്ക് അതിനൊരു മാതൃക വേറെ നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ സമരം ചെയ്യുന്നവരെ അടിച്ചൊതുക്കുക, വെടിവെച്ച് കൊല്ലുക നമ്മൾ കേട്ടിട്ടുണ്ട്. അവർക്കെതിരെ കലാപം ഉണ്ടാക്കി അവരെ കൊന്നിട്ട് അവരാണ് കലാപം നടത്തിയതെന്ന് പറഞ്ഞ് UAP ചേർത്ത് ജയിലിലിടുന്ന ഒരു സംഭവം നമ്മൾ കേട്ടുകേൾവി പോലുമില്ല. അപ്പോൾ എന്തും ചെയ്യാൻ തയ്യാറായ, ഇപ്പോൾ പ്രകാശ് കാരാട്ട പറയുന്ന പോലെ ഇത് ഫാഷിസ്റ്റ് ഭരണകൂടമാണോ എന്ന് ചോദിച്ചാൽ അർത്ഥ ഫാഷിസ്റ്റാണ്, അങ്ങനെയാണെന്നൊക്കെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇതിന് സമാനമായ ഒരു ഒരു ഭരണം അല്ലെങ്കിൽ ഒരു ഭരണകൂടം നമുക്ക് വേറെ കാണാൻ കഴിയില്ല. പല രീതിയിലുണ്ടാകും. ഓപ്പറേഷൻ പല രീതിയിൽ നടക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാക്കളെ വെടിവെച്ച് കൊല്ലുന്ന സ്ഥലങ്ങളുണ്ട്, പോലീസ് പിടിച്ചുകൊണ്ടുവന്ന സ്ഥലങ്ങളുണ്ട്, കള്ളക്കേസ് ചേർത്ത് അകത്ത് കയറുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇത്രയും ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ധാർമ്മികതയും പ്രകടിപ്പിക്കാത്ത ഒരു ഭരണകൂടം ലോകത്ത് വേറെ ഇല്ല. അപ്പോൾ അതിനെതിരെയാണ് ഈ കർഷകർ സമരം ചെയ്യുന്നത്, ആ കർഷകർ ചോദ്യം ചെയ്യുന്നത് എന്നിരിക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇപ്പോഴും ഈ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. കഴിഞ്ഞ 75 വർഷമായിട്ട് ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യത്തിൻ്റെ ഒരു കൾച്ചർ ഇന്ത്യൻ മനസ്സിലുണ്ട്. ഇന്ത്യക്കാർക്ക് അറിയാം, ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അതിനിടയിൽ ഒരു പുതിയ ഐഡിയോളജി, ഒരു പഴയ ഐഡിയോളജിക്ക് വലിയ വേവ് ഉണ്ടാകുന്നു. സോഷ്യൽ മീഡിയ വന്ന് ആളുകളെ സ്വാധീനിക്കുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പ്രതിപക്ഷത്തിന് ഒരു ഗണ്യമായ വോട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ്. ആ വോട്ട് ചോർന്നൊലിച്ച് പോയിട്ടില്ല, പ്രതിപക്ഷ പാർട്ടികൾ ഇല്ലാതായി പോയിട്ടില്ല. ഈ
ഭരണകൂടത്തിനെതിരെ വോട്ട് ചെയ്യുന്നവരാണ് ഇന്ത്യയിൽ കൂടുതലുള്ളത്. എന്നിരിക്കെ അവരെ സംഘടിപ്പിക്കാൻ കഴിയാത്തൊരു പ്രതിപക്ഷം, ആ വോട്ട് ചാനലൈസ് ചെയ്യാൻ പറ്റാത്ത പ്രതിപക്ഷം, മറ്റൊന്ന് ഈ ഭരണവർഗം ഈ രാജ്യത്ത് പടർത്തിക്കൊണ്ടിരിക്കുന്ന വിഷലിപ്തമായൊരു പ്രത്യയശാസ്ത്രത്തെ ചെറുക്കാൻ കഴിയാത്ത പ്രതിപക്ഷം. ആരാണ് ഈ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? ആരെങ്കിലും സംസാരിക്കുന്നുണ്ട്? രാഹുൽ ഗാന്ധി മാറ്റി നിർത്തിയാൽ ആരാണ് ഈ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആരും സംസാരിക്കുന്നില്ല. എല്ലാവരും ഖത്തറക്കിട്ട് വരുന്നു, സീറ്റ് തർക്കിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും ഗൗരവമുള്ള ഇത്രയും ഗുരുതരമായ ഒരു സിറ്റുവേഷനിൽ ഇന്ത്യ മുന്നണിയുടെ തർക്കം എന്താണ്? എത്ര സീറ്റ് കിട്ടും? ഒരു സീറ്റും വേണ്ട, എല്ലാം നിങ്ങൾ മത്സരിച്ച് ഈ ഭരണകൂടത്തെ താഴെ ഇറക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഇവർ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പറ്റില്ല, ഇത് പറ്റില്ല. സത്യത്തിൽ ഒരുതരം ഡാർക്ക് കോമഡിയായി ഇന്ത്യൻ ജനാധിപത്യം മാറുകയാണ്, ഇന്ത്യയുടെ പ്രതിപക്ഷം മാറുകയാണ്. ഒരുതരം ഡാർക്ക് കോമഡി. എനിക്ക് ചിരിയാണ് ചില സമയത്ത് വരിക. അതായത് ഫറൂഖ് അബ്ദുള്ള എന്ത് ചെയ്യുന്നു? CPM നടത്തിയ സമരം, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നടത്തിയ സമരത്തിൽ വന്ന് വലിയ തോതിൽ ഉറുദു സാഹിത്യത്തിൽ എന്നാണ് പ്രതിപക്ഷത്തെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നു. പിറ്റേ ദിവസം പറയുന്നു കശ്മീരിൽ ഞാൻ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണെന്ന് പറയുന്നു. എന്താണ് ഇത്? ശരിക്കും ഒരു കോമഡിയായി മാറുകയാണ് നിഷ. എന്തായാലും കർഷകരുടെ സമരത്തിന് സർക്കാരിനെ ചലിപ്പിക്കാൻ അല്ലെങ്കിൽ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശേഷിയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല.